നിങ്ങൾ ഇന്നലെ വലിച്ചെറിഞ്ഞ ആ പ്ലാസ്റ്റിക് കവർ ഇപ്പോൾ എവിടെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ ഓർഡർ ചെയ്ത ഫുഡിന്റെ ബോക്സ് നിങ്ങൾ എവിടെയാണ് കളഞ്ഞത്? മിക്കവാറും നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും പുഴയിലോ പറമ്പിലോ ഒക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓരോ ദിവസവും പലതരത്തിലുള്ള മാലിന്യങ്ങളാണ് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലൊക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ സൂര്യനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? എന്താ അതിന്റെ അടുത്ത് കൊണ്ടിട്ടാലും കത്തി ചാമ്പലാക്കാൻ മാത്രം കഴിവുള്ള ആ ഒരു ഭീമൻ ഹൈഡ്രജൻ ഗോളമാണത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ മാലിന്യങ്ങളും എടുത്ത് ഒരു റോക്കറ്റിനകത്ത് പാക്ക് ചെയ്ത് നേരെ സൂര്യനിലേക്ക് വിക്ഷേപിച്ചാൽ പോരെ? നമ്മുടെ ഭൂമി ക്ലീൻ ആവില്ലേ? ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ മികച്ചൊരു പരിഹാരമായി തോന്നാം. പക്ഷെ ശാസ്ത്രീയമായി ഇതൊന്ന് പരിശോധിച്ചാലോ? നമുക്ക് ശരിക്കും നമ്മുടെ ചപ്പുചവറുകളെല്ലാം സൂര്യനിലേക്ക് അയക്കാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സൂര്യനെയും നമ്മുടെ മാലിന്യത്തെയും ഒന്ന് കമ്പയർ ചെയ്യാം. ഓരോ വർഷവും നമ്മൾ മനുഷ്യർ ഉണ്ടാക്കുന്നത് ഏകദേശം 200 കോടി ടൺ മാലിന്യമാണ്. 2 ബില്യൺ ടൺ, അതായത് ഏകദേശം 3 കോടി തിമിംഗലങ്ങളുടെ ഭാരത്തിന് തുല്യം. ഈ ഭൂമിയിൽ ഇന്ന് വരെ നമ്മൾ ഉണ്ടാക്കിയ മാലിന്യം എല്ലാം കൂട്ടിയാൽ അതൊരു ഭീമൻ മലയായിട്ട് മാറും. ഇനി സൂര്യന്റെ കാര്യമോ? സൂര്യന്റെ ഭാരം എത്രയാണെന്ന് അറിയാമോ? നമ്മുടെ ഭൂമിയെ പോലെയുള്ള 3,33,000 ഭൂമികളെ ഒരുമിച്ച് വെച്ചാൽ എത്ര ഭാരമുണ്ടോ അതാണ് സൂര്യന്റെ ഭാരം. അപ്പൊ നമ്മൾ ഈ മാലിന്യം അത്രയും സൂര്യനിൽ കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും? സത്യം പറഞ്ഞാൽ സൂര്യൻ അത് അറിയ പോലും ഇല്ല. ഒരു വലിയ ആനയുടെ ശരീരത്തിൽ ഒരു പൊടി വീഴുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മഹാസമുദ്രത്തിലേക്ക് ഒരു തുള്ളി മഷി വെക്കുന്ന പോലെ ആയിരിക്കും അത്. സൂര്യന്റെ കോടിക്കണക്കിന് ഡിഗ്രി ചൂടിൽ നമ്മുടെ പ്ലാസ്റ്റിക്കും ഇരുമ്പും ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് ആവിയായിപ്പോ. സൂര്യൻ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പൊ മാലിന്യം സൂര്യനെ ബാധിക്കില്ല എന്ന് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, അങ്ങോട്ട് ഈ മാലിന്യം എത്തിക്കുന്നത് എത്രത്തോളം എളുപ്പമാണ്? നമ്മളൊരു കല്ല് എടുത്ത് എറിയുമ്പോൾ അത് നേരെ ചെന്ന് വീഴുന്ന പോലെ റോക്കറ്റ് വിക്ഷേപിച്ചാൽ അത് നേരെ സൂര്യനിൽ ചെന്ന് വീഴില്ല. നമ്മുടെ ഭൂമി മണിക്കൂറിൽ ഏകദേശം 1,00,000 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യനെ ചുറ്റുന്നത്. അതായത് ഏകദേശം ഒരു 30 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഈ റോക്കറ്റിനും ഇതേ വേഗത ഉണ്ടാവും. സൂര്യനിലേക്ക് നേരെ പോകണമെങ്കിൽ ഈ വേഗതയെ ആദ്യം ഇല്ലാതാക്കണം. അതായത് നമ്മൾ റോക്കറ്റ് മുന്നോട്ട് വിക്ഷേപിക്കുന്നതിന് പകരം ഭൂമി സഞ്ചരിക്കുന്നതിന്റെ എതിർ ദിശയിലേക്ക് വിക്ഷേപിച്ച് അതിന്റെ വേഗത 0 ആക്കണം. ഇതിന് അതിഭീമമായ ഊർജ്ജം വേണം. സത്യം പറഞ്ഞാൽ നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു പേടകത്തെ അയക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം സൂര്യനിലേക്ക് ഒരു പേടകത്തെ ഇടിച്ചിറക്കാൻ വേണം. ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. ഇതാണ് ഏറ്റവും തലകറങ്ങുന്ന ഭാഗം. ഇന്നത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റുകളിലൊന്നായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ഏകദേശം 22,000 കിലോഗ്രാം ഭാരം ബഹിരാകാശത്ത് എത്തിക്കാൻ കഴിയും. നമ്മൾ ഒരു വർഷം ഉണ്ടാക്കുന്ന 200 കോടി ടൺ മാലിന്യം, അതായത് 2,00,000 കോടി കിലോഗ്രാം മാലിന്യം അയക്കണമെങ്കിൽ എത്ര റോക്കറ്റുകൾ വേണ്ടിവരും? ഏകദേശം 9-10 കോടി റോക്കറ്റുകൾ. ഓർക്കണം, ഇത് ഒരു വർഷത്തെ മാലിന്യത്തിന്റെ കണക്ക് മാത്രമാണ്. ഇനി ചെലവ്, ഒരു ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിക്കാൻ ഏകദേശം 550 കോടി രൂപ ചെലവാണ്. അപ്പോൾ 9 കോടി റോക്കറ്റുകൾ വിക്ഷേപിക്കാനോ? ആ സംഖ്യ പറയാൻ പോലും ഞാൻ ശ്രമിക്കുന്നില്ല, കാരണം അത്രയും ഭീമമാണത്. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും അവരുടെ മുഴുവൻ ബഡ്ജറ്റുകളും ഒരുമിച്ച് വെച്ചാൽ പോലും ഇതിന് സാധിക്കില്ല. ശരി, ഒരു നിമിഷത്തേക്ക് നമുക്ക് പണമെല്ലാം ഉണ്ടെന്ന് സങ്കല്പിക്കാം. കോടിക്കണക്കിന് റോക്കറ്റുകൾ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ മുകളിലേക്ക് കുതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ റോക്കറ്റ് വിക്ഷേപണവും ടൺ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡും മറ്റു മാരകമായ വാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് തള്ളും. ഇത് ഓസോൺ പാളിക്ക് വലിയ നഷ്ടമുണ്ടാക്കും. 9 കോടി വിക്ഷേപണങ്ങൾ ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം എത്ര ഭീകരമായിരിക്കും? നമ്മൾ മാലിന്യം സൂര്യനിൽ എത്തിച്ച് ഭൂമിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിക്ഷേപണങ്ങൾ കാരണം ഉണ്ടാക്കുന്ന പുകപടലങ്ങളും ആഗോള താപനവും കാരണം ഇവിടുത്തെ ജീവൻ അവസാനിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചവറ് സൂര്യനിൽ എത്തിക്കും മുമ്പ് ഈ പുക നമ്മളെ ഇവിടെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. മാത്രമല്ല, ഇത്രയും വിക്ഷേപണങ്ങൾക്കിടയിൽ ചിലതെങ്കിലും പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ആയിരക്കണക്കിന് ടൺ മാലിന്യം നമ്മുടെ ഭൂമിക്കു ചുറ്റും ഭ്രമണപഥത്തിലൂടെ ചിതറിത്തെറിക്കും. ഇത് നമ്മുടെ ഉപഗ്രഹങ്ങൾക്കും ഭാവിയിലെ ബഹിരാകാശ യാത്രക്കാർക്കും ഭീഷണിയാകും. അപ്പോൾ ചപ്പുചവറുകൾ റോക്കറ്റിൽ സൂര്യനിലേക്ക് അയക്കുന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളിലും കഥകളിലും കേൾക്കാൻ രസമുള്ള ഒരു ആശയം മാത്രമാണ്. ശാസ്ത്രീയമായും സാമ്പത്തികമായും പാരിസ്ഥിതികമായും ഇത് പൂർണ്ണമായും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മളെ തന്നെയാണ്. അതിന്റെ പരിഹാരവും നമ്മളാണ് കണ്ടെത്തേണ്ടത്. കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സൂര്യനിലല്ല, നമ്മുടെ സ്വന്തം ഭൂമിയിൽ തന്നെയാണ്. ഇതിന് 3 വഴികളാണുള്ളത്: റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് നിർത്തുക. ഒറ്റ തവണ ഉപയോഗിച്ച് വലിച്ചെറിയാതെ വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ പോലുള്ളവ ശരിയായ രീതിയിൽ തരംതിരിച്ച് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാക്കി മാറ്റുക. ഈ ലളിതമായ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ സൂര്യനിലേക്ക് റോക്കറ്റ് വിടേണ്ട അവസ്ഥ നമുക്ക് വരില്ല. മനോഹരമായി ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.